എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ശ്രീ കളരിയാൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം ഇന്നലെയായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. തെയ്യപ്രപഞ്ചത്തിൽ ബഹുമാന്യ പദവി അലങ്കരിക്കുന്ന ഒരമ്മ ദേവിയാണ് കളരിയാലമ്മ. കളരിവാതുക്കൽ എന്ന കോലത്തിരി മന്നൻ്റെ ശ്രേഷ്ഠമായ കളരി പരമ്പര ദേവിയാണത്രേ ഈ അമ്മ. അസുരാന്തകിയായി അവതരിച്ച ദേവിയെ ശത്രുവിനാശനാർത്ഥം നിത്യോപാസന നടത്തുന്ന കളരി ക്ഷേത്രമാണ് കളരിവാതുക്കൽ. കളരിവാതിൽ കാക്കുന്ന ദേവിയെ തൊഴുതാണത്രേ പണ്ട് കോലത്തിരിയുടെ പടയാളികൾ ശത്രു സൈന്യത്തെ നേരിടാൻ കോലാഹലത്തോടെ പുറപ്പെട്ടിരുന്നത്. കൂറ്റൻ കമുകുകളും മുളച്ചീളുകളും കൊണ്ട് ക്ഷേത്രമുറ്റത്തു തന്നെ തയ്യാറാക്കുന്ന ആകാശം തൊടുന്ന നീളമുടിയാണ് കളരിയാലമ്മയുടെ തിരുമുടി. ആചാര പദവി നേടിയ വ്രതശുദ്ധനായ കനലാടിയുടെ ശിരസിൽ അനേകം പേർ പരിശ്രമിച്ചുയർത്തുന്ന ഈ തിരുമുടി കയറ്റിവെക്കുകയാണ് പതിവ്. അതീവമായ കരുത്തും ആത്മവിശുദ്ധിയും ആവശ്യപ്പെടുന്ന ഒരു കോലമാണ് കളരിയാലമ്മയുടേത്. കോലത്തുനാട്ടിലെ തുലാമാസാരംഭത്തിൽ തുടങ്ങുന്ന തെയ്യാട്ടങ്ങൾക്കെല്ലാം സമാപനം കുറിക്കുന്നത് കളരിവാതിൽ അമ്മയുടെ തിരുമുടി താഴ്ത്തുന്നതോടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെ കാളരാത്രി അല്ലേ? കാളരാത്രിൻ്റെ ഇങ്ങനെ കെട്ടുന്നല്ലേ? നിങ്ങളുടെ പേരോ? എൻ്റെ പേര് സുരൻ പെരുവണ്ണ. സുരപ്പെരുവണ്ണ. നിങ്ങളെയോ? ശിവൻ പെരുവണ്ണ. ശരി. ഏതിൻ്റെ? പാടിക്കുട്ടി അല്ലേ? എഴുത്തുണ്ടാവുമോ ഇപ്പോൾ? മുഖത്ത് കുറേ കഴിയും അല്ലേ? അതെ അല്ലേ? തൊഴുത് കെട്ടുക അല്ലേ? ആ അതെ അല്ലേ? അതെ അല്ലേ? അത് ശരിയാ. ക്ഷേത്രപാലകൻ തെയ്യമാണിത്.
ഇത് തിരുവർക്കാട് ഭഗവതിയുടെ തിരുമുടിയാണ്. ഇത് സോമേശ്വരിയുടെ തെയ്യം. പ്രാർത്ഥിച്ച വെച്ച മനസ്സന്തോഷായി നല്ല മനസ്സോടുകൂടെ നിറഞ്ഞുകാനുണ്ടാകത്തെ തന്നരക്ഷിക്കാൻ രണ്ട് പിള്ളേർക്ക് വേണ്ടുന്ന വിധത്തെ സന്നദ്ധനായി. ഇത് തിരുവർക്കാട്ട് ഭഗവതി. തിരുവർക്കാട് മാടായിക്കാവുന്ന കൂടി പറയും. ഇത് സോമേശ്വരി. സോമേശ്വരി അമ്മ. ആ, സോമേശ്വരി ഭഗവതി. സോമേശ്വരി. പ്രബുദ്ധാനമുണ്ടാവട്ടെ എന്നാൽ ലോകേഷ്കേ നിറഞ്ഞിരിക്കുന്ന പരാശക്തി ഇഷ്ടപരാധിയായും ശുഷ്കിവാലും കത്രിക കൂട്ട് സമ്പ്രദായത്തിലാണ് ഈ തിരുമുടി ഇരിക്കുന്നത്. അനാവശ്യമായ ഭക്തജനങ്ങൾ കൂട്ടം കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ഭയപിടിക്കുന്നവർക്ക് സുഗമമായി പ്രദക്ഷം വെക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഭയപിടിക്കുന്നവർക്ക് സുഗമമായി പ്രദക്ഷം വെക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അനാവശ്യമായിട്ട് കൂട്ടം കൂടി നിൽക്കരുത്. പെരുമുടിയുടെ മുൻവശം അനാവശ്യമായിട്ട് ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. ഭയപിടിക്കുന്നവർക്ക് പ്രദക്ഷിണം വെക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കണം. ഒരു പ്രദക്ഷിണം കൂടി നടത്തേണ്ടതുണ്ട്. ഒരു